ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിതേ ഒരു 300 ഗ്രാം പീനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുത്താലോ. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാം. നന്നായി വറന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ നമുക്ക് കളയാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ പീനട്ട് ബട്ടർ, നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കാം. ഇത് വറന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നോക്കട്ടെ. ഇത്തിരി കൂടി ഒന്ന് വരവാനുണ്ട്. ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ പോയി കിട്ടണം. കുറച്ചും കൂടെ ഒന്ന് വരവട്ടെ. എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്ന് നന്നായി മൊരിഞ്ഞ് വന്നാൽ ഇതിന് തോരുമ്പോൾ വരും. ചൂടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. ഇത് ചൂടാറട്ടെ. ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ നന്നായി കുറച്ച് ചൂടുണ്ട്. പക്ഷെ ആ ചൂടാന്ന് പൊയ്ക്കോളൂ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ തോടൊക്കെ കളഞ്ഞെടുക്കണം. ഇതേപോലെ ആക്കിയെടുക്കണേ. എന്താ ഇതുപോലെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ തോല് കൊട്ടും. അപ്പോൾ ഈ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ വെക്കുക. അതിലേക്ക് ഇട്ട് വെക്കുക. ഇതേപോലെ കുറച്ച് വലിയ ജാർ ഇട്ടാൽ മതി. അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിക്കുക, എന്നിട്ട് പിന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞ് വന്ന് ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്കിത് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ലേശം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. മധുരത്തിന് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണമെന്ന് വെച്ചാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. മധുരം വേണം എന്നുള്ളവർക്കാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കേണ്ടുള്ളൂ. കുറച്ച് ഇത് മതി. കുട്ടികൾക്കെല്ലാം ബ്രെഡിലാക്കി കൊടുത്താൽ നല്ലതാണ്. ഇനി ഇത് ചെറുതാക്കി ചേർത്തതിന് അരച്ചരച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ച് ഇനി ഇത് നിർത്തി അരച്ചുണ്ടോ. ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഇത് നിർത്തി ഇതൊക്കെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് ചേർത്ത് തട്ടിയിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് തന്നെ ഒരു ഓയിൽ വരും. ഒരെണ്ണ ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു കഷ്ണം ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇനി ഇതൊന്നും കൂടെ ഇതേമാതിരി ഇങ്ങനെ നിർത്തി അടച്ചാൽ മതി. ഇതേപോലെ നിർത്തി അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പീനട്ട് ബട്ടർ റെഡി ആയി വന്നിട്ടുണ്ട്. നിർത്തി അടിക്കണേ, അല്ലെങ്കിൽ മിക്സി ചൂടായിപ്പോവും. ഇപ്പോൾ മിക്സി വലിയ ചൂടൊന്നുമില്ല. നമ്മൾ നിർത്തി അടിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് സെർവ് ചെയ്യാം. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ പരത്തിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കുട്ടികൾക്കൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഞാൻ പാത്രത്തിൽ സെർവ് ചെയ്യാം. നമുക്കൊരു ബോട്ടിലേക്ക് ആക്കാം. ഇതേപോലെ നല്ലൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് അതിലേക്ക് രാവിലെയെല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഒരു ബ്രെഡ് അത് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും കഴിക്കട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ബ്രെഡ് എടുക്കുക, അതിൻ്റെ തന്നെ ആക്കി തുടങ്ങാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക, പിന്നെ നിർത്തി നിർത്തി ചെയ്യണം, അല്ലെങ്കിൽ മിക്സി ചൂടായിപ്പോൾ. അതുകൊണ്ടാണ് നിർത്തി നിർത്തി ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ബോട്ടിലാക്കിയിട്ട് വേണം ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.